സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യ പാരായണ പ്രഭാഷണ വേദിയിലേക്ക്, ഇന്നത്തെ യജ്ഞത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നാരായണ മഹർഷി സംവാദമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ 38-ാമത്തെ അധ്യായത്തിൽ നമ്മൾ സാവിത്രി ദേവിയുടെ മഹിമകളെ നാരായണ മഹർഷി നാരദന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളാണ് വിസ്തരിച്ചു വന്നത്. ഇന്നു മുതൽ തുടങ്ങുന്നതായിട്ടുള്ള ഈ 39-ാമത്തെ അധ്യായത്തിലെ മഹാലക്ഷ്മിയുടെ മഹിമകളെ നാരദന്റെ ആവശ്യപ്രകാരം നാരായണ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങൾ മഹാലക്ഷ്മി ആഖ്യാനം ആണ് ഈ അധ്യായത്തിലെ വിഷയം. അതുപോലെ നാരദന്റെ ചോദ്യത്തോടുകൂടി തുടങ്ങണു. ശ്രീമൂലപ്രകൃതേർദേവ്യോ ഗായത്ര്യാസ്തു നിരാകൃതേ സാവിത്രീയമസംവാദേ ശ്രുതം വൈ നിർമ്മലം യശാ. സാവിത്രിയും യമധർമ്മനും ആയി നടന്ന സംവാദമാണല്ലോ നമ്മൾ കേട്ടത് സാവിത്രി ഉപാഖ്യാനത്തില്. ആ കഥകളെല്ലാം മൂലപ്രകൃതിയായിട്ടുള്ള ഭുവനേശ്വരി മാതാവിൻ്റെ ദേവിയുടെ, അതുപോലെ നിർഗുണ സ്വരൂപിയായിട്ടുള്ള ഗായത്രിയുടെ കഥകളെയെല്ലാം അങ്ങ് പറഞ്ഞത് സശ്രദ്ധം കേൾക്കാൻ കഴിഞ്ഞു. ഈ ദേവിമാരുടെ ഗുണകീർത്തനങ്ങൾ ഞാനിപ്പോൾ മഹാലക്ഷ്മിയുടെ ആ മഹിമകളെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ലക്ഷ്മി ദേവിയുടെ സ്വരൂപം എന്താണ്? ആ ദേവി ആരാണ് ആദ്യം പൂജിച്ചത്? മഹാലക്ഷ്മിയെ ഏതു മന്ത്രം കൊണ്ടാണ് പൂജിച്ചത്? ഇവയെല്ലാം ഞാൻ അങ്ങയിൽ നിന്നും വിസ്തരിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആ ലക്ഷ്മി മഹാത്മ്യത്തെ ഇവിടെ പ്രത്യേകിച്ച് നാരായണ മഹർഷി നാരദനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നത്. സൃഷ്ടേരാധൗ പുരാ ബ്രഹ്മൻ കൃഷ്ണസ്യ പരമാത്മന ദേവീ വാമാംസ സംഭൂത ബഭൂവ രാസമണ്ഡലേ. പണ്ട് സൃഷ്ടിയുടെ ആദ്യകാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാമഭാഗത്ത് നിന്ന് രാസമണ്ഡലത്തിൽ രാധാദേവി ആവിർഭവിച്ചു. ഇതിനു മുമ്പ് കഥകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ആ രാധാദേവിയുടെ ചുറ്റും വടവൃക്ഷങ്ങൾ രാധാദേവിക്ക് തണൽ നൽകിക്കൊണ്ട് നിന്നിരുന്നു. അനേകം വടവൃക്ഷങ്ങൾ. ആ സമയത്ത് രാധാദേവിക്ക് 12 വയസ്സുള്ള ഒരു കന്യകയായിരുന്നു രാധാദേവി എന്നാ പറയണത്. നല്ല സുശോഭിതയായിട്ടുള്ള, സൗന്ദര്യത്തിൻ്റെ നിർഗുണമായിട്ടുള്ള ആ രാധാദേവിയുടെ ദർശനം പരമാനന്ദത്തെ നൽകുന്നതായിരുന്നു. പ്രസന്നമായിട്ടുള്ള മുഖം, എപ്പോഴും ശോഭിച്ചിരിക്കുന്നതായിട്ടുള്ള മുഖകമലങ്ങൾ, രൂപം, വർണ്ണം, തേജസ്, അവസ്ഥ, കാന്തി, യശസ്, വസ്ത്രം, ഭൂഷണം, ഗുണം, ദേവിയുടെ പുഞ്ചിരി, ദേവിയുടെ വീക്ഷണം, ഇതെല്ലാം ആ ദേവിയുടെ മഹാത്മ്യങ്ങളാണ്. പരമാത്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്റെ സമീപം വിരാജിച്ചിരുന്ന രാധാദേവി
ആ കൃഷ്ണന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് 2 രൂപങ്ങൾ കൈക്കൊണ്ടു എന്നാണ് പറയണത്. വാമഭാഗം ലക്ഷ്മി ദേവിയായിട്ടും ദക്ഷിണഭാഗം രാധയുമായി തീർന്നു എന്നാണ് പറയുന്നത്. തദ്വാമാം സാൻ മഹാലക്ഷ്മി ദക്ഷിണാം സാച്ചരാധിക എന്ന് 9ാമത്തെ ശ്ലോകത്തിൽ. ഇപ്പോൾ വാമഭാഗം എന്ന് പറഞ്ഞാൽ, വാമം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടതുഭാഗം ലക്ഷ്മി ദേവിയായും ദക്ഷിണഭാഗം വലതുഭാഗം രാധയുമായി തീർന്നു. ഭഗവാൻ കൃഷ്ണൻ ഇച്ഛിച്ചതനുസരിച്ച് എന്നാണ് അവിടെ പറയുന്നത്. രാധാദേവി ആദ്യം തന്നെ ദ്വിഭുജനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ വരിച്ചു. മഹാലക്ഷ്മി പിന്നീട് ആ കമനീയ രൂപനായിട്ടുള്ള കൃഷ്ണനെ ആഗ്രഹിച്ചു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അതിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് 2 രൂപത്തിൽ ആവിർഭവിച്ച് ദക്ഷിണാംശ ദ്വിജഭുജനായിട്ട് കൃഷ്ണനെ, വാമാംശ ചതുർഭുജമായിട്ട് വിഷ്ണുവും ആയിത്തീർന്നു എന്ന് പറയുകയാണ്. അപ്പം അവിടെ കൃഷ്ണനും 2 വിധത്തിലായിത്തീർന്നു. അവിടെ ദേവി 2 ഭാവത്തിൽ വന്നത് പറഞ്ഞു. വാമഭാഗം രാധയായിട്ടും ദക്ഷിണഭാഗം ലക്ഷ്മിയായിട്ടും വന്നു എന്ന് പറഞ്ഞുവല്ലോ. വാമഭാഗം ലക്ഷ്മിയായിട്ടും ദക്ഷിണഭാഗം രാധയായിട്ടും വന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ. ഇപ്പോൾ കൃഷ്ണ പരമാത്മാവും 2 രൂപങ്ങൾ എടുത്തു എന്നാണ് പറയണത്. ഭഗവാന്റെ 2 രൂപങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ദ്വിഭുജൻ, ഒന്ന് ചതുർഭുജൻ. ദ്വിഭുജനായിട്ട് വാമാംശഭാഗം കൃഷ്ണനായിത്തീർന്നു. വാമാംശത്തിലെ ചതുർഭുജനായിട്ട് വിഷ്ണുവും ആയിത്തീർന്നു. അപ്പോൾ അവിടെ ദേവി രാധയും ലക്ഷ്മിയുമായിട്ട്, രാധാറാണിയും ലക്ഷ്മിയുമായിട്ട് ചേർന്നു. ഇടതുഭാഗം ലക്ഷ്മി, വലതുഭാഗം രാധ. ഇവിടെ ഇടതുഭാഗം വിഷ്ണു, വലതുഭാഗം ദ്വിഭുജനായിട്ടുള്ള കൃഷ്ണൻ. ദ്വിഭുജനായിട്ടുള്ള കൃഷ്ണൻ ചതുർഭുജനായിട്ടുള്ള വിഷ്ണുവിനെ മഹാലക്ഷ്മി ആദ്യം തന്നെ പ്രദാനം ചെയ്തു. അങ്ങനെ ദേവി ചതുർഭുജനായിട്ടുള്ള വിഷ്ണുവിൻ്റെ പത്നിയായി തീർന്നു. ലക്ഷ്മികാന്തനായി തീർന്നു ഭഗവാൻ. രാധാകാന്തനായ കൃഷ്ണൻ ദ്വിഭുജനാണ്, കൃഷ്ണനാണ്. ശുദ്ധ സത്വ സ്വരൂപമായിട്ടുള്ള രാധാദേവി ഗോപാലന്മാരാലും ഗോപികമാരാലും സേവിക്കപ്പെട്ടവളായി തീർന്നു. ചതുർഭുജനായ വിഷ്ണു ലക്ഷ്മിയോടുകൂടി വൈകുണ്ഠത്തിലേക്ക് പോകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ ഭഗവാൻ വികുണ്ഠനായിട്ട് അവതരിച്ച് ലക്ഷ്മി ദേവിയുടെ ആഗ്രഹപ്രകാരം വൈകുണ്ഠം നിർമ്മിച്ചു ലക്ഷ്മിക്ക് വേണ്ടി എന്ന് അവിടെ പറയുന്ന ഭാഗങ്ങളുണ്ട്. ആ മന്വന്തരത്തിനെ പറ്റി പറയുന്ന സമയത്ത് അഷ്ടമസ്കന്ധത്തിൽ ഓരോ മന്വന്തരത്തിലും ഭഗവാൻ എടുത്ത അവതാരങ്ങളും ഭഗവാൻ ചെയ്ത ലീലകളെയും വർണ്ണിക്കുന്ന സമയത്താണ് ഭഗവാൻ വികുണ്ഠനായിട്ട് അവതരിച്ച വൈകുണ്ഠം മഹാലക്ഷ്മിക്ക് വേണ്ടി നിർമ്മിച്ചതായിട്ടുള്ള ഭാഗങ്ങളെ അവിടെ പറയുന്നത്. അങ്ങനെ ദ്വിഭുജനായ കൃഷ്ണനെ രാധാദേവി വിവാഹം കഴിച്ചു. ഗോപഗോപിമാരാൽ സേവിതരായിട്ട് അവരെ
ഭൂമിലോകത്തിലെത്തി ചതുർഭുജധാരിയായ മഹാവിഷ്ണുവിനെ ലക്ഷ്മീദേവി വിവാഹം കഴിച്ച് ലക്ഷ്മി സമേതനായിട്ടുള്ള ഭഗവാൻ വൈകുണ്ഠത്തിലും എത്തി എന്ന് പറഞ്ഞു. ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. സമയം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.